ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർക്കിനെ കുറിച്ചാണ്. ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ടോർക്ക്. അതായത് ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ടേം ആണ് എന്ത് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിന് ആ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്താണ്, ഒരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിന് ആ ബോഡിയെ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ടോർക്ക് എന്ന് പറയാം. എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിന് ആ ഒബ്ജക്റ്റിന് ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ടോർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഇനി നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ടോർക്കിനെ നമ്മൾ ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സും ആ ഫോഴ്സിന്റെ ഇപ്പൊ ഇതാണ് നമ്മുടെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ എങ്കിൽ, ഇപ്പൊ ഈ ഒരു പി എന്ന് പറയുന്ന പാർട്ടിക്കിളിലാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ് R. ഈ പൊസിഷൻ വെക്ടറുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ ആ പൊസിഷൻ വെക്ടറും ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോർക്ക് കിട്ടുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ, പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറും ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്കിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ടോർക്കിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇപ്പൊ പി എന്ന് പറയുന്നത് ഇപ്പൊ എക്സ് വൈ പ്ലെയിൻ എടുത്തേക്കാണ്, അവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളാണ് പി. ഈ പാർട്ടിക്കിളിന്റെ ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ. ഈ പൊസിഷൻ വെക്ടറുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് ഒരു എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ടോർക്ക് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എഫ് ഇൻറ്റു ഒ എന്നാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒ എൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സൈൻ തീറ്റ എടുക്കുക. ഇതൊരു റൈറ്റ് ആംഗിളിലെ ട്രയാംഗിൾ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആർ ആണ്. അപ്പോൾ ഒ എൻ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് ടോ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ആർ ഓഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. അതിനെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് എഴുതാം. അപ്പോൾ ടോർക്ക് ടോ ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് എഫ് ആണ്. നമ്മൾ പഠിച്ച ക്രോസ് പ്രോഡക്റ്റ് എഴുതാൻ ആർ ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ്, ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് ആ ഒബ്ജക്റ്റിൽ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പൊസിഷൻ വെക്ടർ. ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് കിട്ടും. ഇനി ടോർക്കിന്റെ എസ് ഐ യൂണിറ്റ് പറയുകയാണെങ്കിൽ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ ആണെങ്കിൽ മീറ്റർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കിന്റെ എസ് ഐ യൂണിറ്റ്. ഇനി ടോർക്കിന്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ മീറ്റർ ആണ്. എന്താണ്, ഡൈൻ മീറ്റർ ആണ്. ഇനി ടോർക്കിന്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഡയമെൻഷൻ ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ml² T⁻² ആണ്. അതായത് ഫോഴ്സിന്റെ ഡയമെൻഷൻ ml T⁻² ഇൻറ്റു ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എല്ലോടെ ചേരുമ്പോൾ ml² T⁻².
ഇത്രയാണ് ടോർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ടോർക്കിനെ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം ആർ ക്രോസ് എഫ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കമ്പോണന്റ് ഫോമിൽ എഴുതുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വെക്ടേഴ്സ് തന്നാൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പഠിച്ചായിരുന്നു. ഇപ്പൊ ആർ വെക്ടറിനെ അതിന്റെ കമ്പോണന്റ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇപ്പൊ 2 ഡയമെൻഷൻ ആണെങ്കിൽ xi പ്ലസ് yj, അതായത് അതിന് 2 കമ്പോണൻസേ ഉള്ളൂ 2 ഡയമെൻഷൻ ആണെങ്കിൽ. ഇനി എഫ് വെക്ടറിനെ ആണെങ്കിലോ അതിന്റെ എക്സ് കമ്പോണന്റ്, ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് ഇൻറ്റു ഫോഴ്സിന്റെ y കമ്പോണന്റ് എഴുതാമല്ലോ. fxi പ്ലസ് fyj. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ ക്രോസ് എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആർ ക്രോസ് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിറ്റർമിനന്റ് i j k ആദ്യം എഴുതുക. എന്നിട്ട് ആർ വെക്ടറിന്റെ കമ്പോണൻസ് അല്ലയോ, എക്സ് കമ്പോണന്റ്, y കമ്പോണന്റ്, j കമ്പോണന്റ്, k കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മൾ 0 എന്ന് കൊടുക്കുക. ഇനി fx, fy, fz. fz കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? 0 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞില്ലേ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ വെക്ടർ എടുക്കുമ്പോൾ അത് വരുന്ന റോയും കോളം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ്. അപ്പൊ y ഇൻറ്റു 0 fy ഇൻറ്റു 0 എന്നാണ് വരുന്നത്. അപ്പൊ ഐ വെക്ടറിന്റെ കൂടെ 0 ആയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ എലമെന്റ് വരുമ്പോൾ അതിന്റെ സൈൻ എത്രയാണ്? മൈനസ് സൈൻ ആണ്. അപ്പൊ അത് വരുന്ന റോയും കോളം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ് വരുമ്പോൾ എന്ത് വരും? x0 fx0. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 0 തന്നെ. പ്ലസ് k ഇൻറ്റു അത് വരുന്ന റോയും കോളം അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന ഡിറ്റർമിനന്റ് ഏതാണ്? x y fx fy. ഇവിടെ വാല്യൂ ഉണ്ട്. ബാക്കി ഫസ്റ്റ് രണ്ട് ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പൊ കെയുടെ വാല്യൂ ചെയ്യുമ്പോൾ k ഇൻറ്റു എക്സ് എഫ് വൈ മൈനസ് y fx എന്ന് കിട്ടും. അപ്പോൾ ടോർക്കിന്റെ കമ്പോണന്റ് ഫോം ഏതില്? 2 ഡയമെൻഷൻ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? k ഇൻറ്റു എക്സ് എഫ് വൈ മൈനസ് y fx എന്ന് കിട്ടി. ആണല്ലോ. ഇനി ഇതേപോലെ കമ്പോണന്റ് ഓഫ് ടോർക്ക് ഇൻ എക്സ് വൈ ഇസഡ് പ്ലെയിൻ, അതായത് 3 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് എന്താന്ന് എഴുതാം? ആർ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk എന്ന് എഴുതാം. അതേപോലെ എഫ് ഈക്വൽ ടു fxi പ്ലസ് fyj പ്ലസ് fzk എന്ന് എഴുതാം. ആണല്ലോ. അപ്പോൾ ഇവിടെ എക്സ് വൈ ഇസഡ് വരും. ഇവിടെ ആണെങ്കിൽ fx fy fz വരും. അപ്പോൾ ഒരു ടേമും 0 ആയി പോകത്തില്ല. ഐക്കും ജെയ്ക്കും കെയ്ക്കും വാല്യൂ കാണാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആംഗുലാർ മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം. അപ്പോൾ ഇനി അടുത്ത ടേം ആണ് ആംഗുലാർ മൊമെന്റ്. അതിനെ L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ലീനിയർ മോഷനിൽ നമ്മൾ പഠിച്ച മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, ലീനിയർ മൊമെന്റ്. ആ ലീനിയർ മൊമെന്റത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലെ ടേം ആണ് ഇത് ആംഗുലാർ മൊമെന്റ്. അതിനെ L കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദി മൊമെന്റ് ഓഫ് ദി ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ മൊമെന്റിന് പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ടോർക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കുന്നത് ലീനിയർ മൊമെന്റം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ മൊമെന്റം ഇൻറ്റു perpendicular distance of the particle from the axis of rotation. നേരത്തെ പറഞ്ഞ കൂട്ടാണ് perpendicular distance. അപ്പോൾ എ ആണ് നമ്മുടെ പാർട്ടിക്കിൾ എക്സ് വൈ പ്ലെയിനിലെ. അതിൽ ആക്ട് ചെയ്യുന്ന ലീനിയർ മൊമെന്റം ആണ് പി. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ പൊസിഷൻ വെക്ടറും ഈ ലൈൻ ഓഫ് ആക്ഷൻ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ON എങ്കിൽ ലീനിയർ മൊമെന്റം ഇൻറ്റു ON ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗുലാർ മൊമെന്റം കിട്ടും. അപ്പോൾ ലീനിയർ മൊമെന്റം ഇൻറ്റു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ON പകരം നമുക്ക് r സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ L ഈക്വൽ ടു RP സൈൻ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? വെക്ടർ L ഈക്വൽ ടു R ക്രോസ് P എന്ന് എഴുതാം. അപ്പോൾ വെക്ടർ L ഈക്വൽ ടു R ക്രോസ് P അല്ലെങ്കിൽ RP സൈൻ തീറ്റ. ഇനി തീറ്റ 90 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര വരും? സൈൻ 90 1 ആണ്. അപ്പോൾ L ഈക്വൽ ടു എന്ത് വരും? R ഇൻറ്റു P എന്ന് എഴുതാം. നമുക്കറിയാം ലീനിയർ മൊമെന്റം P ഈക്വൽ ടു എന്താണ്? MV ആണ് അല്ലേ? M ഇൻറ്റു V ആണെന്നറിയാം. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എത്രയാണ്? V ഈക്വൽ ടു R ഒമേഗ.
ബി ഈക്വൽ ടു ആർ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ. അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി നമ്മളെ റിലേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ് എത്രയാണ്? ബി ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ എൽ ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ഇൻറ്റു എം ഇൻറ്റു ആർ ഒമേഗ. അല്ലെങ്കിലോ എൽ ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷനാണ് എൽ ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. അത് വരാനുള്ള കണ്ടീഷൻ എന്താണ്? ആർ പിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ആംഗുലാർ മൊമെന്റ് കിട്ടും. എത്രയാണ്? ആർ പി ഈക്വൽ എൽ ഈക്വൽ ടു ആർ ഇൻറ്റു പി. ഇനി ലീനിയർ മൊമെന്റ് നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അല്ലെങ്കിൽ വി ഈക്വൽ ടു എത്രയാണ്? ആർ ഒമേഗ. അപ്പോൾ എൽ ഈക്വൽ ടു എന്ത് കിട്ടും? എം ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. ഇനി അതേപോലെ തീറ്റ 0 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ടോർക്കിന്റെ കൂട്ട് തന്നെ എല്ല് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ സെക്കൻഡ് ആണ്. എന്താണ് ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ജൂൾ സെക്കൻഡ് ആണ്. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ സെക്കൻഡും സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർഗ് സെക്കൻഡും ആണ്. അപ്പോൾ ആംഗുലാർ മൊമെന്റത്തിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ സെക്കൻഡും സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഡയമെൻഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -1. എസ് ഐ യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് ജൂൾ സെക്കൻഡ്. സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് സെക്കൻഡ് ആണ്. അപ്പോൾ ആംഗുലാർ മൊമെന്റത്തിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു വെക്ടർ എൽ ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ പി. അപ്പം നമ്മൾ നേരത്തെ ടോർക്കിന്റെ ടേമിൽ ചെയ്ത കൂട്ട് അതിന്റെ എക്സ് വൈ പ്ലെയിനിൽ അതിന്റെ കമ്പോണൻസ് എഴുതുക. അതേപോലെ എക്സ് വൈ ഇസഡ് പ്ലെയിനിൽ അതിന്റെ കമ്പോണൻസ് നിങ്ങൾ എഴുതി നോക്കുക. എക്സ് വൈ പ്ലെയിനിൽ എഴുതണമെങ്കിൽ ആർ വെക്ടറിനെ എങ്ങനെ എഴുതാം? എക്സ് ഐ പ്ലസ് വൈ ജെ എഴുതാം. ഇനി പി എ എങ്ങനെ എഴുതാം? പി എക്സ് ഐ പ്ലസ് പി വൈ ജെ. നേരത്തെ നമ്മൾ ടോർക്കിന്റെ ചെയ്തത് അതേപോലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് വരയ്ക്കുക. ഐ ജെ കെ എന്ന് എഴുതുക. ആർ വെക്ടറിന്റെ കമ്പോണൻസ് പി വെക്ടറിന്റെ കമ്പോണൻസ്. അതേപോലെ ഇതിനെ എക്സ് വൈ ഇസഡ് പ്ലെയിനിലും നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത് റിലേഷൻ കണക്ടിങ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റ്. ടോർക്ക് ആംഗുലാർ മൊമെന്റോ തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ പഠിച്ചാണ് എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഇനി ഇവിടെ തന്നെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ന് പറഞ്ഞ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു ആർ ക്രോസ് വി. എം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന് ഡെറിവേറ്റീവിന് വെളിയിലെടുക്കാം. അപ്പോൾ എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് വി. ഇനി എ ബി ഫോമിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ക്രോസ് ആണെങ്കിൽ ക്രോസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ആ റൂൾ വെച്ചിട്ട് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ആ റൂള് അപ്ലൈ ചെയ്യാം. അപ്പം എന്താണ്? രണ്ട് സൈഡിലും ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു ആർ ക്രോസ് വി. എം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് വി. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എം ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എം ഇൻറ്റു ആർ ക്രോസ് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണെന്ന് നമുക്കറിയാം. പ്ലസ് ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. അപ്പം രണ്ട് സെയിം ക്വാണ്ടിറ്റിയാണ് വിയും വിയും. നമുക്കറിയാം ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ 0. അതായത് ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സ് വരികയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായി പോവും? 0 ആയി പോവും. പിന്നെ ബാക്കി എത്ര ഉള്ളൂ? എം ഇൻറ്റു ആർ ക്രോസ് എ. നമുക്ക് എന്ത് കിട്ടും? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് എ ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുന്നു. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ആർ ക്രോസ് ആ സ്കെയിലാർ കൊണ്ട് ഞാൻ അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. എവിടെ വേണമെങ്കിലും നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കപ്പോൾ എം ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഫോഴ്സ് ആണെന്നറിയാം. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നമുക്ക് ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടോർക്ക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു
ടോർക്കാണ്. ഇതേപോലെ റിലേഷൻ നമ്മൾ ലീനിയർ മോഷനിലും പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആംഗുലാർ മൊമെന്റത്തിന് പകരം ലീനിയർ മൊമെന്റ് എന്താണ്? dp/dt ഈക്വൽ ടു എഫ് അല്ലേ? അതായത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നീക്കലാകുമ്പോൾ നമ്മൾ റിലേഷൻ പഠിച്ചില്ലേ, dp/dt ഈക്വൽ ടു എഫ്. അതിന് സിമിലർ ആയിട്ടുള്ള റിലേഷൻ റൊട്ടേഷൻ മോഷനിൽ ഏതാണ്? dl/dt ഈക്വൽ ടു ടോ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ dp/dt 0 ആയിരിക്കും. അപ്പൊ p ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. അതേപോലെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയാം. എങ്ങനെയാ? If total external torque equal to 0, dl/dt equal to 0. dl/dt 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? L is a കോൺസ്റ്റന്റ് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത ഇക്വേഷൻ L ഈക്വൽ ടു ആർ ക്രോസ് പി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണെന്ന് പറയാം. എം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. അതിനിപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന് വെളിയിലെടുത്തു, അതായത് സ്കെയിലർ ആണ് ആർ ക്രോസ് ബി. എന്നിട്ട് ഇക്വേഷൻ രണ്ട് സൈഡും ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ എം കോൺസ്റ്റന്റ് ആയിട്ട് ഡെറിവേറ്റീവിന് വെളിയിലെടുത്തിട്ട് എ ഇൻറ്റു ബി റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. എന്നിട്ട് dv/dt പകരം എ എന്നും dr/dt പകരം ബി എന്നും കൊടുത്തു. അപ്പോൾ ബി ക്രോസ് ബി എന്ന് പറയുമ്പോൾ രണ്ട് സെയിം വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിപ്പോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dl/dt ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് എ. എം അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ആർ ക്രോസ് എം ഇൻറ്റു എ. എം എ എന്ന് പറഞ്ഞാൽ എഫ് ആണെന്നറിയാം. അപ്പോൾ dl/dt ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്, അതായത് dp/dt ഈക്വൽ ടു എഫ് എന്ന് പറയുന്ന റിലേഷന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷൻ ഇക്വേഷൻ ആണ് dl/dt ഈക്വൽ ടു ടോ. അപ്പോൾ ഒരു ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ dl/dt എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ L എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അടുത്തത് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യരുത്. അതായത് ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ലീനിയർ ആക്സിലറേഷനോ ആംഗുലാർ ആക്സിലറേഷനോ ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഏത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം? മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്താ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അതിന്റെ ലീനിയർ മൊമെന്റോ ആംഗുലാർ മൊമെന്റോ ഏതിനനുസരിച്ച് ചേഞ്ച് ചെയ്യരുത്? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് പോസിബിൾ ആയിട്ടുള്ള 3 ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, പാർഷ്യൽ ഇക്വിലിബ്രിയം. അതായത് നമ്മൾ പറഞ്ഞു ലീനിയർ മൊമെന്റം ചേഞ്ച് ചെയ്യരുത്, ആംഗുലാർ മൊമെന്റം ചേഞ്ച് ചെയ്യരുത് ടൈമിനനുസരിച്ച്. അപ്പോൾ ലീനിയർ മൊമെന്റം ചേഞ്ച് ചെയ്യരുതെങ്കിൽ അവിടുത്തെ മീനിങ് എന്താണ്? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്തത് 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഏത് ഇക്വിലിബ്രിയത്തിലാണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഇനി ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആവണമെങ്കിൽ അവിടുത്തെ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കണം. അപ്പോൾ അത് ഏത് ഇക്വിലിബ്രിയത്തിലായിരിക്കും? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റോ, മറ്റേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റോ അല്ലേ? അപ്പോൾ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ലീനിയർ മൊമെന്റ് ആണെങ്കിൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയവും ആംഗുലാർ മൊമെന്റ് ആണെങ്കിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം കാണും. അതായത് ഒരു ഒബ്ജക്റ്റിന് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ട് പക്ഷേ ട്രാൻസ്ലേഷണൽ കാണില്ല. അതേപോലെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും പക്ഷേ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം കാണില്ല. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിന് പറയുന്ന പേരാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം. അതായത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കേസുകൾ വരും. എന്താണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ട്, ട്രാൻസ്ലേഷൻ ഇല്ല. ഇനി അതേപോലെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഉണ്ട്, റൊട്ടേഷൻ ഇല്ല. അപ്പോൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞ ഒരു ലിവർ ആണ്, അതിന്റെ സെന്റർ ആണ് സി. അപ്പൊ അതിന്റെ രണ്ട് എറ്റിലും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സെന്ററിൽ നിന്ന് ഈ ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. ആണല്ലോ. അപ്പൊ ഈ രണ്ട് ഫോഴ്സും ലീനിയർ ഫോഴ്സ് ആണ്. അത് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. രണ്ടും പാരലൽ ഫോഴ്സുകളാണ്.
അപ്പോൾ രണ്ട് പാരലൽ ഫോഴ്സ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യത്തില്ല, ക്യാൻസൽ ചെയ്യത്തില്ല. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ലിവറിന്റെ താഴോട്ടുള്ള മൂവ്മെന്റ് പോസിബിളാണ്. താഴോട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ലീനിയർ ആയിട്ട് അതിന് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ലീനിയർ മൂവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് ട്രാൻസ്ലേഷൻ ഉണ്ട് അല്ലയോ. ഇനി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫോഴ്സ് ഈ എൻഡിനെ ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കാൻ നോക്കുമ്പോൾ മറ്റേ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ എൻഡിനെ ക്ലോക്ക് വൈസിൽ തിരിക്കാൻ നോക്കും. അപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും കൊണ്ട് ചേരുമ്പോൾ ആ റൊട്ടേഷൻ എഫക്റ്റ് അവിടെ എന്തായി പോകും, 0 ആയി പോകും. അപ്പൊ അവിടെ അതിന് റൊട്ടേഷണൽ മോഷൻ ഇല്ല. അപ്പൊ അവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടോ, ഇല്ല. പിന്നെന്താ ഉള്ളത്, സോറി, ഇവിടെ റൊട്ടേഷൻ 0 ആയി. റൊട്ടേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അതായത് ഈ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് അവിടുത്തെ ടേണിംഗ് എഫക്റ്റ് ഇല്ല. ടേണിംഗ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FA ഇവിടുത്തെ ടോർക്ക് 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൈനസ് FA ഈക്വൽ ടു 0. അതായത് ഇവിടുത്തെ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ഇക്വിലിബ്രിയത്തിലാണ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. റൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ട്, പക്ഷേ ഏതില്ല, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഇല്ല. കാരണം എന്താണ്, അതിന് ലീനിയർ ആയിട്ട് ഇവിടെ മൂവ്മെന്റ് ഉണ്ട്. ഇനി ഈ ഫോഴ്സ് തന്നെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് പറഞ്ഞാൽ അതിനെ താഴേക്ക് വരിക, മറ്റേത് അതിനെ മുകളിലേക്ക് വരിക. അപ്പോൾ അവിടെ ട്രാൻസ്ലേഷണലായിട്ട് അതിന് മൂവ്മെന്റ് ഇല്ല. ഈ ഫോഴ്സ് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഫോഴ്സും ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യും. അതായത് ഇത് ഇങ്ങനെ മറ്റേത് ഇങ്ങനെ, അതായത് ഇതിങ്ങനെ മറ്റേത് ഇങ്ങനെ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സർക്കിൾ പോലെയല്ലേ ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ട് അല്ലേ. അതായത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്ത് ചെയ്യുന്ന ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനൊരു ടേണിംഗ് എഫക്റ്റ് അല്ലേ കൊടുക്കുന്നത്. അതായത് ഇത് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ മറ്റേത് ഇങ്ങോട്ട്, അതായത് ഈ എഫക്റ്റ് ഈ നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വിരൽ എന്ത് ചെയ്യും, ഇതിന് ഇങ്ങോട്ടേക്ക് നിൽക്കും. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന എവിടെയും എന്തുണ്ട്, ടോർക്ക് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ ടോർക്ക് ഉണ്ട്, ബട്ട് ലീനിയർ മോഷൻ ഇല്ല. അപ്പോൾ ലീനിയർ മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആവുന്നു. ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഇക്വിലിബ്രിയത്തിൽ, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ 0 ആണ്. അപ്പോൾ ഇത് ഏത് ഇക്വിലിബ്രിയത്തിലാണ്, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം പോസിബിൾ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് സെപ്പറേറ്റഡ് ബൈ എ വെക്റ്റർ ഡിസ്റ്റൻസ് എന്ത് ഫോം ചെയ്തു, ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ a pair of equal and opposite forces separated by a small vector distance constitute a couple. അങ്ങനെയുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമുക്കൊരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സിനെ നമ്മൾ വിളിക്കും സെപ്പറേറ്റഡ് ബൈ എ വെക്റ്റർ ഡിസ്റ്റൻസ്. നമ്മൾ പറയുന്ന പേരാണ് കപ്പിൾ എന്ന് പറയും. ആ കപ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റൊട്ടേഷൻ പോസിബിൾ ആക്കും വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. അതായത് ട്രാൻസ്ലേഷൻ ഇല്ലാതെ റൊട്ടേഷൻ പോസിബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ small vector distance constitute a couple. A couple produce rotation without translation. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. നമ്മളിപ്പോൾ പഠിച്ച ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് പ്രാക്ടിക്കലിന് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റൽ തിയറി കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലിവർ എടുത്തിട്ടുണ്ട്. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റോഡാണ്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ സെന്റർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്ത പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൾക്രം എന്ന് പറയും. ലിവറും ഫൾക്രവും ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഫൾക്രം എന്ന് പറയും. മറ്റു രണ്ട് എൻഡ്സിലും നമ്മൾ ഓരോ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് മൂലം അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, F1ഉം F2ഉം. അപ്പോൾ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് റോഡാണ്, ഫിക്സഡ് അറ്റ് എ പോയിന്റ് അലോങ് ഹിസ് ലെങ്ത്. ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് ഫൾക്രം. അതിന് ലിവറിന് എക്സാമ്പിൾ ആണ്, ഇതിന് എക്സാമ്പിൾ ആണ്, ഈ ടൈപ്പിന് എക്സാമ്പിൾ ആണ് സീസ, മൊമെന്റ് ബാർ ഒക്കെ. അതിൽ മൊമെന്റ് ബാർ ആണ് നമ്മൾ പ്രാക്ടിക്കലിന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും
പാരലാണ്. ഈ പാരൽ മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനും പെർപെൻഡിക്കുലറുമാണ് ഈ രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ട്രാൻസ്ലേഷനും റൊട്ടേഷണൽ ഇക്വിലിബ്രിയവും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സും പാരല, അതായത് F1 പ്ലസ് F2 പാരലാണ്. അപ്പൊ ഡൗൺവേർഡ് ആയിട്ടുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F1 F2 ആണ്. അപ്പൊ ഇത് തന്നെ ട്രാൻസ്ലേഷണലായിട്ട് മൂവ്മെന്റ് ഉണ്ടാകരുതെങ്കിൽ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ആണ് R എന്ന് പറയുന്നത്. അപ്പൊ ഈ F1 പ്ലസ് F2 ആരെ ബാലൻസ് ചെയ്യണം? ആറിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ F1 പ്ലസ് F2 മൈനസ് R ഈക്വൽ ടു 0 ആണ് ഏതിന്റെ കണ്ടീഷൻ? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. ഇനി റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്ത് വേണം? ടേണിംഗ് എഫക്റ്റ്, അതായത് ഫസ്റ്റ് F1 D1 ഈക്വൽ ടു എന്തായിരിക്കണം? F2 D2 ആയിരിക്കണം. അതായത് ഈ ടോർക്ക് എന്ന് പറയുന്നത് ഈ ടോർക്കിന് ഈക്വൽ ആയാൽ അത് ഏത് ഇക്വിലിബ്രിയത്തിലായിരിക്കും? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അല്ലെങ്കിൽ ആ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? F1/F2 ഈക്വൽ ടു D1/D2 എന്ന് എഴുതാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് പറയുന്നത് ഈ ലിവർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അത് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണം. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ രണ്ട് വെയിറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ടോർക്ക്, ഫസ്റ്റ് ടോർക്കും സെക്കൻഡ് ടോർക്കും ഈക്വൽ ആകണം. അപ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? F1/F2 ഈക്വൽ ടു D1/D2 അല്ല, D2/D1 ആണ് ആ റേഷ്യോ വരുന്നത്. ഇത്രയാണ് ഇക്വിലിബ്രിയം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നൊരു പുതിയ ടോപ്പിക്. അതിന് മുമ്പ് ഒരു കുഞ്ഞൊരു ടേം ഉണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഹോൾ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ പറയുന്ന പേരാണിത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ടു ബി മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ പാർട്ടിക്കിൾ, ഓരോന്നിനും അതിൻ്റെതായ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ എല്ലാം കൂടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിന് പറയുന്ന പേരാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. The center of gravity it is a point where the whole weight of the body can be supposed to be concentrated. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്നിട്ട് കുറേ ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ റൊട്ടേഷൻ മോഷനും ലീനിയർ മോഷനും തമ്മിലുള്ളൊരു കമ്പാരിസണും കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും കൂടെ ഒക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ തീരും.